ആദ്യം സ്വസ്ഥമായി ശാന്തമായി വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു സുഖാസനത്തിൽ ശരീരം അനങ്ങാതെ നമ്മുടെ എല്ലാ ചിന്തകളെയും വെടിഞ്ഞ് ഒരല്പസമയം ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുകയും അത് പൂർണ്ണമായും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് അല്പം ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുക. ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഹോൾഡ് ചെയ്ത് ശൂന്യമായ അവസ്ഥയിലിരിക്കുക. നിങ്ങളുടെ ശരീരം അനങ്ങാതെ എല്ലാ ചിന്തകളെയും വെടിഞ്ഞ് ശൂന്യമായിട്ടിരിക്കുക. നമ്മുടെ 2 കാൽപാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും, നമ്മുടെ നാഡീഞരമ്പുകൾ, മസിലുകൾ, ഇന്റേണൽ ഓർഗനുകൾ, ബ്രെയിൻ, കണ്ണുകൾ, കൈകാലുകൾ, ശരീരം ആസകലം വളരെ ശാന്തമായ, സ്വസ്ഥമായ, സമാധാനമായ പരിപൂർണ വിശ്രമത്തിലാണ്. അഗാധമായ ഡീപ്പായ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ശ്വാസത്തിലും വിശ്രമത്തിൻ്റെ ആഴം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പുറമേ നിന്ന് കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ശാന്തമായ വിശ്രമത്തിലാണ്, സുഖകരമായ വിശ്രമത്തിലാണ്, ഡീപ്പായ വിശ്രമത്തിലാണ്. നിങ്ങളുടെ തൊട്ട് മുമ്പിലായി ഒരു ചെറിയ ഇറക്കം കാണാം. ആ സ്റ്റെപ്പിലൂടെ താഴോട്ടിറങ്ങി പോവുക. ഓരോ സ്റ്റെപ്പുകൾ ഇറങ്ങും തോറും നിങ്ങളുടെ പ്രായം കുറഞ്ഞ് 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 വരും. ആ സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രായം ചെറിയ പ്രായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്ത് നിങ്ങളെത്തുമ്പോൾ ഒരു കൊച്ചു കുട്ടിയായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ആ കൊച്ചു കുട്ടിയായ അവസ്ഥയിൽ നിങ്ങളുടെ മാതാപിതാക്കളെ കാണാം. നിങ്ങൾ താമസിക്കുന്ന ആ വീട്, ആ വീട്ടിലുള്ള മറ്റു വ്യക്തികൾ, മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, എല്ലാവരെയും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും.
ഓടി നടന്നിരുന്ന, കളിച്ചിരുന്ന ആ മുറ്റം, പ്രദേശങ്ങൾ, അയൽവാസികൾ എല്ലാവരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയുള്ള മരങ്ങൾ, ഗ്രൗണ്ടുകൾ, കിണറുകൾ, വീടുകൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന വസ്ത്രം, അന്ന് നിങ്ങൾ കണ്ടിരുന്ന ആ മരങ്ങൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെ കൊഞ്ചിച്ചിരുന്ന, ലാളിച്ചിരുന്ന, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്ന വ്യക്തികളെ മുഴുവനും നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ നിന്നും ആ സ്റ്റെപ്പിലേക്ക് തന്നെ വീണ്ടും കയറുക. മുകളിലേക്ക് ഓരോ സ്റ്റെപ്പുകളായി പതുക്കെ പതുക്കെ കയറി വരിക. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകൾ കയറും തോറും നിങ്ങളുടെ പ്രായം കൂടി 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 വരുന്നു. സ്കൂളിലേക്ക് പോയിരുന്ന ആ കാലഘട്ടത്തിലേക്ക് വരിക. നിങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്ന വഴി, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ സ്കൂള്, ആ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ്, അവിടെ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നവർ, വെള്ളം നൽകിയിരുന്നവർ, നിങ്ങൾക്ക് എഴുതാൻ പ്രയാസപ്പെട്ടപ്പോൾ എഴുതി തന്നവരുണ്ട്, വായിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ വായിച്ച് മനസ്സിലാക്കി തന്നവരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ആ വ്യക്തികളോട് മുഴുവൻ, ആ വ്യക്തികളെ പലപ്പോഴും നമ്മളെന്തോ ജീവിതത്തിൽ അവരെ കണ്ടിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കാണാനുള്ള അവസരമുണ്ടായിട്ടും നമ്മൾ പോകാതിരുന്നിട്ടുണ്ടായിരിക്കാം. അവർ രോഗിയായപ്പോൾ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചപ്പോൾ നമ്മളതത്ര മൈൻഡ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഭാഗത്ത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ നമുക്ക് അവരോട് ക്ഷമ ചോദിക്കാം. ഐ ആം സോറി. അവരോടൊന്ന് പറഞ്ഞേക്കും, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. നിങ്ങളെന്നോട് ക്ഷമിക്കണം, നിങ്ങളെന്നോട് ക്ഷമിക്കണം. താങ്ക് യു. നിങ്ങളെനിക്ക് ക്ഷമിച്ചു നൽകിയതിന്, മാപ്പ് നൽകിയതിന്, പൊരുത്തപ്പെട്ടതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഐ ലവ് യു. ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. I am sorry. Please forgive me. Thank you. I love you. ആ വ്യക്തികളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കാം, മാതാപിതാക്കളുണ്ടായിരിക്കാം, അവരുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ജ്യേഷ്ഠാനിയന്മാർ, നമ്മളെ സ്നേഹിച്ചിരുന്ന, നമുക്ക് ഭക്ഷണം നൽകിയിരുന്ന, നമ്മളെ ഒരുപാട് സഹായിച്ചിരുന്ന, ഒരുപാട് സ്നേഹം നൽകിയിരുന്ന വ്യക്തികളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരോട് പറയാം, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറിക്കൊള്ളു. ഓരോ സ്റ്റെപ്പുകൾ കയറും തോറും നിങ്ങളുടെ പ്രായം കൂടി 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 വരുന്നു, ഏജ് കൂടി കൂടി വരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രായത്തിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലുള്ള ഓരോ വാക്കുകൾ, ഓരോ വ്യക്തികൾ പറഞ്ഞ വാക്കുകളെല്ലാം നമുക്ക് പോസിറ്റീവായി തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാം.
ആ വാക്കുകൾ, നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെല്ലാം പോസിറ്റീവായി മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് കയറി. ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമുക്കിപ്പോഴുള്ള ഈ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള ഈ പ്രായത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നമുക്ക് ഒരു വലിയ വിശാലമായ ഒരു പാർക്ക് കാണാം. ആ പാർക്കിൽ അതിമനോഹരമായ ഒട്ടനവധി പൂക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞ നിറമുള്ള, ചുവപ്പ് നിറമുള്ള, വെള്ള നിറമുള്ള, ഇൻഡിഗോ കളറുള്ള പലതരം പൂക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചെറുതും വലുതുമായ ഒട്ടനവധി പൂക്കൾ വരിയായി നിൽക്കുന്ന ആ പൂക്കളുടെ ഇടയിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ പൂക്കളുടെ നിറങ്ങൾ, അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നിക്കുന്നു. ആ പൂക്കളുടെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആ പൂക്കളുടെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആ പൂക്കളുടെ ഇടയിൽ ഒരല്പസമയം നമുക്ക് വിശ്രമിക്കാം. ഡീപ്പായ വിശ്രമത്തിലിരിക്കുക. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരു പ്രത്യേക തരം എനർജി, അത് സൂര്യകിരണങ്ങൾ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ശിരസിലൂടെ, നെറ്റിത്തടത്തിലൂടെ, തൊണ്ടയിലൂടെ, നെഞ്ചിലൂടെ, വയറിൻ്റെ പൊക്കിൾ ഭാഗത്തിലൂടെ, നാഭിയിലൂടെ മൂലാധാര ചക്രത്തിലേക്ക് വന്ന് അവിടെ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും അതിശക്തമായ രീതിയിൽ പടരുകയും ആ കോശങ്ങളിലെല്ലാം നിറഞ്ഞ് നമ്മുടെ ശരീരം ഇപ്പോൾ ഇതാ ഒരു യെല്ലോ ഗോൾഡൻ കളറിലുള്ള ഒരു ശരീരമായിരിക്കുന്നു. നമ്മുടെ സൗന്ദര്യം വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ എനർജി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകതരം എനർജി നമ്മുടെ ശരീരത്തിൽ ഇതാ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്വർണ്ണ നിറമുള്ള വ്യക്തിയായി നമ്മൾ മാറിയിരിക്കുന്നു. നമ്മുടെ തൊട്ട് മുമ്പിലായി നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെപ്പുകൾ കാണാം. ആ സ്റ്റെപ്പിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാം. ആ സ്റ്റെപ്പുകൾ വളരെ മനോഹരമായ തങ്കത്താൽ നിർമ്മിച്ച അതിഭയങ്കര വിലപിടിപ്പുള്ള ഒരു സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പിൻ്റെ രണ്ട് ഭാഗത്തും മനോഹരമായ പൂക്കളും ചെടികളും വളരെ വൃത്തിയായി വെട്ടി മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറാം. ഓരോ സ്റ്റെപ്പുകൾ കയറും തോറും നമ്മുടെ തലയിലേക്ക് ഒരു ചെറിയ തണുപ്പ് ഇറങ്ങി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ആ സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറും തോറും നമ്മുടെ തല തണുത്ത് വരുന്നു. ചെറിയ ഒരു കൂൾ നമുക്ക് അനുഭവിക്കാൻ പോകുന്നു. ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറും തോറും അത് കഴുത്തിലൂടെ
നെഞ്ചിലൂടെ ആ തണുപ്പും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകൾ കയറും തോറും നമ്മുടെ തലയുടെ ഭാരം, നെഗറ്റീവ് ചിന്തകൾ, രോഗങ്ങൾ, വിഷാംശങ്ങൾ എല്ലാം കഴുകി വൃത്തിയാക്കി ഒരു മഞ്ഞ് വെള്ളം പോലെ, ആ മഞ്ഞ് വെള്ളത്തിൽ കഴുകിയതുപോലെ കഴുകി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറും തോറും അത് നെഞ്ചിലെ ഭാരങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അരക്കെട്ടിലൂടെ വരുമ്പോൾ നമ്മുടെ അരക്കെട്ടിലെ എല്ലാ പ്രശ്നങ്ങളും, വേദനകളും, വയറിൻ്റെ രോഗങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 കാലിലൂടെ അത് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. ആ സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറിക്കൊള്ളും. അത് കയറിപ്പോകും തോറും 2 കാലിൻ്റെ മസിലുകൾ, കാൽമുട്ടുകൾ, അവിടുത്തെ നാഡീഞരമ്പുകൾ എല്ലാം ക്ലീൻ ചെയ്ത്, രോഗങ്ങളും വേദനകളും എല്ലാം ക്ലീൻ ചെയ്ത് കാലിൻ്റെ അടിയിലേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും കഴുകി വൃത്തിയാക്കിയ ആ അഴുക്ക് ഒരു കറുത്ത നിറത്തിൽ ആ സ്റ്റെപ്പിലൂടെ താഴേക്ക് കാലിലൂടെ ഒഴുകി പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പുകൾ കയറുന്നതോറും നമ്മുടെ ശരീരം ഫുൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധമായ ശരീരമായിരിക്കുകയാണ്. നമ്മുടെ ശരീരം ഇപ്പോൾ ശുദ്ധമായ ശരീരമായിരിക്കുകയാണ്. ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കൊരു ഇരിപ്പിടം കാണാം. ആ ഇരിപ്പിടത്തിലിരിക്കാം. ഒരല്പസമയം അവിടെ വിശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ ശുദ്ധമായ ശരീരമുള്ള വ്യക്തികളാണ്. നമ്മുടെ മനസ്സിനെ കൂടെ ഒന്ന് ശുദ്ധമാക്കാം. നമ്മളോട് പല രീതിയിൽ സംസാരിച്ച വ്യക്തികളുണ്ട്. നമ്മളെ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞവർ, പുച്ഛിച്ചവർ, പരിഹസിച്ചവർ, ഇകഴ്ത്തി സംസാരിച്ചവർ, നമ്മളെ ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ചവർ, നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞവർ, നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മോശക്കാരാക്കി സംസാരിച്ചവർ, നമ്മളെക്കാൾ കഴിവുള്ള, പണമുള്ള, മറ്റു രീതിയിൽ നമ്മളെക്കാൾ ഉയർന്നവർ എന്ന് അവർ സ്വയം കരുതുന്ന ചില വ്യക്തികൾ നമ്മളെ വളരെ മോശക്കാരാക്കി സംസാരിച്ചിട്ടുണ്ട്. ആ വാക്കുകളെ, ആ പ്രവർത്തനങ്ങളുമാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പറഞ്ഞ വ്യക്തികളോട് നിരുപാധികം വിട്ടുകൊടുക്കുക, പൊരുത്തപ്പെട്ടു കൊടുക്കുക, ക്ഷമിക്കുക, മാപ്പ് നൽകുക. അവരോട് പക വേണ്ട, വിദ്വേഷം വേണ്ട. നമുക്കത് ചേർന്ന തൊഴിലല്ല. നിരുപാധികം വിട്ടുകൊടുത്തേക്കും, പൊരുത്തപ്പെട്ടു കൊടുത്തേക്കും, ക്ഷമിച്ചേക്കും. നമ്മുടെ വാക്ക് മുഖേനയോ പ്രവർത്തനം മുഖേനയോ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോടും നമുക്ക് ക്ഷമ ചോദിക്കാം. അതിലൊക്കെ അപ്പുറം നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ ക്ഷമ ചോദിക്കാം. എനിക്ക് കഴിയില്ല, എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ കൊള്ളരുതാത്തവനാണ്, എനിക്ക് സാധ്യമല്ല
ഞാനൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. അതിനും നമുക്ക് ക്ഷമ ചോദിക്കാം. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. എല്ലാവരോടും നമുക്ക് ഇഷ്ടമായി പെരുമാറാം. ഓരോ വ്യക്തികളെയും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ശുദ്ധമായ ശരീരവും ശുദ്ധമായ മനസ്സുമാണ്. ഈ പ്രപഞ്ചം കോടാനുകോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ജീവജാലങ്ങളും മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച ഈ പ്രപഞ്ച ശക്തിക്ക് നമുക്ക് നന്ദി പറയാം. നമുക്ക് 2 കൈകാലുകളും അതിന് നടക്കാനും ഇരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശക്തിയും സ്വാതന്ത്ര്യവും നൽകിയതിന് താങ്ക് യു. നമുക്ക് നല്ലൊരു കുടുംബം, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എല്ലാം ലഭിച്ചു. താങ്ക് യു. സുന്ദരമായ ഈ നാട്ടിൽ നമുക്ക് ജനിക്കാൻ സാധിച്ചു. താങ്ക് യു. നമുക്ക് ഭക്ഷണം, വെള്ളം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. നമുക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ, നമുക്ക് വസ്ത്രങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം. താങ്ക് യു. താങ്ക് യു. നമ്മളെ സഹായിച്ച വ്യക്തികൾക്ക് താങ്ക് യു പറയാം. നമുക്ക് ഭക്ഷണം നൽകിയവർക്ക് താങ്ക് യു പറയാം. നമ്മൾ ഇന്നും നാളെയും ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് വീട് ലഭിച്ചതിന്, വാഹനം ലഭിച്ചതിന്, എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇനിയുള്ള നമ്മുടെ ജീവിതം വളരെ മനോഹരമായ സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് കാണാവുന്നതാണ്. ഇനിയുള്ള നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി വളരെ മനോഹരമായൊരു ജീവിതം നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് പണിയാനുള്ള സുന്ദരമായ ഭവനം നമുക്ക് കാണാം. നമുക്ക് പുതിയതായി വാങ്ങാനുള്ള ആ വാഹനം നമുക്ക് കാണാം. മനസ്സിലേക്ക് ആ സുന്ദരമായൊരു ജീവിതം കൊണ്ടുവരിക. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ സന്തോഷമായിട്ടിരിക്കുക. റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ മൈൻഡ്. ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ ഒരു ചെറിയ പുഞ്ചിരി നമ്മുടെ മുഖത്ത് വിടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി വളരെ മനോഹരമായ ചിരി ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് പതുക്കെ കണ്ണുകൾ തുറന്ന് വിശ്രമാവസ്ഥയിൽ നിന്നും പതുക്കെ നമുക്ക് ഉണരാം. ഓപ്പൺ യുവർ ഐസ്. താങ്ക് യു വെരി മച്ച്.